വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സമയം ഇപ്പോൾ കറക്റ്റ് 2:30 മണിയായിട്ടുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആൻഡമാനിലെ തന്നെ നല്ല അടിപൊളി ഒരു സ്പോട്ടിലേക്കാണ്. ആ സ്പോട്ടിൻ്റെ പേരാണ് ബാരക്ടാങ് ഐലൻഡ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഐലൻഡിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ നമുക്ക് 3 മെയിൻ സ്പോട്ടുകളാണ് പ്രധാനമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അതിലൊന്നാമത്തതാണ് ജറാവ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഐലൻഡിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ ജറാവ ഫോറസ്റ്റ് വഴിയാണ് പോവേണ്ടത്. ഒരുമിച്ചായിരിക്കും വണ്ടികളെല്ലാം ഈ ഫോറസ്റ്റ് വഴി കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ചെക്കിനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കാരണം നമ്മുടെ ആധാറും നമ്മുടെ അഡ്രസ്സും എല്ലാം നമ്മളവിടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കവിടെ അതിലേക്ക് ജറാവ ഫോറസ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 6 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു കറക്റ്റ് ഒരു 5:30 മണി ആയപ്പോഴത്തേക്കും അവിടെ എത്തി. അങ്ങനെ ഫുഡൊക്കെ കഴിക്ക് നമ്മൾ ഭാഗ്യത്തിന് അവിടെ ചെല്ലുമ്പോൾ ഫുഡൊന്നും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടാണ് വന്നത്. മാഗി അതാണല്ലോ എളുപ്പ ഫുഡ്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി കാറിലിരുന്ന് കഴിക്കുവാണ്. ഈ ഫോറസ്റ്റിൽ എന്താണോ സംഭവം എന്ന് വെച്ചാൽ ട്രൈബൽസ് എന്ന് വെച്ചാൽ ഈ ജറാവ ട്രൈബൽസ് ആണ് അവിടെ ഉള്ളത്. കാരണം അവരാണെങ്കിൽ മനുഷ്യരെ കണ്ട അമ്പ് ചെയ്യുക അങ്ങനെയുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടം വണ്ടിയായിട്ട് പോകുന്നത്. കാരണം അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് തരും നമുക്ക്. അങ്ങനെ ഗ്ലാസ് തുറക്കരുത്, കൈ കാണിക്കരുത്. അപ്പം നമ്മൾ മാഗിയൊക്കെ കഴിച്ചത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം കറക്റ്റ് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് എടുക്കും. അകത്ത് മൊബൈൽ ഫോൺ അത്ര അലൗഡ് അല്ല. അല്ല. അങ്ങനെ നമ്മൾ ജറാവ ഫോറസ്റ്റിലേക്ക് കടന്നു കേട്ടോ. ഘോര വനം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുമാതിരിയാണ് ഈ ഒരു കാട് കണ്ട. കാരണം അത്രയും ഭീകരതയാണ് ഈ ഒരു കാടിനുള്ളത്. കാരണം എല്ലാ ഇൻസ്ട്രക്ഷൻസോടു കൂടിയാണ് നമ്മളെ അവരകത്തേക്ക് കടത്തി വിടുന്നത്. അവർക്ക് ട്രൈബൽസിന് ഫുഡ് കൊടുക്കാൻ പാടില്ല, ഫോട്ടോസ് എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അങ്ങനെ 3-4 ട്രൈബൽസിനെയൊക്കെ നമ്മൾ കണ്ടു. പിള്ളേർക്കൊക്കെ ഒരു കൗതുകമായിരുന്നു കേട്ടോ ഈ ഒരു ട്രൈബൽസിനെ കണ്ടപ്പോഴത്തേക്ക്. കറക്റ്റ് ഒരു 3/4 മണിക്കൂറത്തെ യാത്രയുണ്ട് ഈ ഒരു കാട്ടിൽ കൂടെ. അങ്ങനെ കുറേ ജറാവാസിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളിനി ജങ്കാറിൽ വേണം നമ്മൾ ആ ബാരക്ടാങ് ഐലൻഡിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മളിതേ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുവാണ്. ആ സമയം കൊണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുക്കുവാണ്. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആണെങ്കിൽ കടയും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നട്ട്സും മുന്തിരിങ്ങി അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അത് നമ്മളിരുന്ന് കഴിക്കുവാണ് കേട്ടോ. എന്നിട്ടും വിശപ്പ് അങ്ങോട്ട് മാറുന്നില്ല. അല്ലെങ്കിലും ഈ യാത്രയിൽ മെയിനായിട്ട് വിശപ്പാണല്ലോ നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ജങ്കാറൊക്കെ എത്തി. നമ്മൾ അതിനകത്ത് കയറുവാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ അതിനകത്ത് കയറാനായിട്ട്. ഇതെല്ലാം നമ്മുടെ കൂടെ വരുന്ന വണ്ടിയിലുള്ള ആൾക്കാരാണ്. അവിടെ എല്ലാം കാർ പാർക്കിംഗ് ചെയ്തിട്ടാണ് ഇവരെല്ലാം ഈ ജങ്കാറിലേക്ക് കയറുന്നത്. അങ്ങനെ ജങ്കാറിൽ കയറി സൂപ്പർ കാഴ്ചയായിരുന്നു കേട്ടോ ഈ ഒരു ജങ്കാർ യാത്ര എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു 10 മിനിറ്റത്തെ ജങ്കാർ യാത്രയുണ്ട് കേട്ടോ ഈ ഒരു ഐലൻഡിലേക്ക്. അങ്ങനെ നമ്മൾ ബാരക്ടാങ് ഐലൻഡിലേക്ക് എത്തുവാണ്. നമ്മളങ്ങനെ ഐലൻഡിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് വേണം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട്. അതും സ്പീഡ് ബോട്ടിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുവാണ്. കറക്റ്റ് ഒരു 6 പേരെ വെച്ചൊക്കെയാണ് അവർ നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറ്റുന്നത്. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്പീഡ് ബോട്ട് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ അകത്ത് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ലൊരു യാത്രാ ഫീലിംഗ് ആണ് കേട്ടോ. നല്ലൊരു സൂപ്പർ ഒരു യാത്രയുടെ ഒരു എൻജോയ്മെൻ്റ് ആണ് അത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ കേവ്. അതെന്ന് വെച്ചാൽ ഒരു കുറേ പ്രത്യേകതകളുള്ള ഒരു സ്പോട്ടാണ്. പോകുന്ന വഴി തന്നെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഒരുപാട് നല്ല സ്ഥലങ്ങളും നല്ല കാടുകളാണ്. ഫുള്ള് നല്ല കാടാണ്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ഈ കാട്ടിലൊക്കെ ഇനി ജറാവാസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെങ്ങും ഇല്ല. ഈ ഒരു ഏരിയയിലൊന്നും ജറാവാസ് ഇല്ല എന്നാണ് ആ ഒരു ചേട്ടൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് അത്യാവശ്യം ഒരു 1/2 മണിക്കൂർ യാത്രയോളം ഉണ്ട് കേട്ടോ ഈ ഒരു മൈൽ സ്റ്റോൺ കേവിലേക്ക് എത്താനായിട്ട്. പോകുന്ന വഴി പെട്ടെന്ന് നമ്മുടെ ഗൈഡ് ഒരു സംഭവം കാണിച്ചു തന്നത് കണ്ടോ. ഇതാണ് മാൻ നീന്തുന്നത്. അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ അപ്പം തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
നല്ല രസമായിരുന്നു, നല്ല സ്പീഡിലായിരുന്നു കേട്ടോ ആ ഒരു മാൻ നീന്തുന്നത്. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ സ്ലോ ചെയ്തിട്ട് നമ്മളെ ആ ഒരു കാഴ്ചയൊക്കെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ യാത്ര തുടർന്നു. പിന്നീടുള്ള യാത്ര എന്ന് പറയുന്നത് കണ്ടൽക്കാട് വഴിയുള്ള യാത്രയായിരുന്നു കേട്ടോ. കാരണം നല്ല രസമായിരുന്നു ഈ ഒരു കണ്ടൽക്കാട് വഴിയുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. പക്ഷേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്പോട്ടായിരുന്നു. കാരണം നമ്മളൊന്ന് എണ്ണിറ്റ് നിന്നാൽ നമ്മുടെ തലയിൽ മരത്തിൻ്റെ കമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊള്ളും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്തത്. അങ്ങനെ നമ്മളുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നടന്നു വേണം നമ്മൾ ആ ഒരു കേവിലേക്ക് പോകാനായിട്ട്. അത് കറക്റ്റ് ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു സ്പീഡ് ബോട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളൊക്കെ ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ കേവിലേക്കുള്ള നടത്തം തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ഒരു 1.5 കിലോമീറ്റർ നടത്തമാണ്. നമ്മൾ അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ അടിപൊളി ഒരു ഗ്രാമപ്രദേശം കണ്ടു കേട്ടോ. കാടിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്രാമപ്രദേശത്ത് കറക്റ്റ് 8 ഫാമിലീസാണ് താമസിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. കാരണം നിക്കോബാരീസ് തന്നെ 8 ഫാമിലീസാണ് ഇവിടെ താമസിക്കുന്നത്. അവർ അത്രയും ഫാമിലി മാത്രമേ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അവരുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ ഈ കാണുന്നത്. കൂടാതെ കുറേ പശുക്കളെയും കാണാനുണ്ട് അവിടെ. അപ്പം നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ച. സംഭവം കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എത്തിയില്ല. ഫുള്ള് കാട് കവർ ചെയ്താലും എത്തുമെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്കും നടക്കാനുണ്ട്. ഒരു 1.5 കിലോമീറ്ററിനാണ് അവർ പറഞ്ഞത്. പക്ഷേ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഞാൻ കുഴഞ്ഞ് എങ്കിലും നമ്മൾ ആ പോയിന്റിലെത്തും. അത് വെച്ച് പിടിച്ച് നടക്കണം. എന്ത് ഭംഗിയാന്ന് നോക്ക്. കാടിൻ്റെ മനോഹാരിത എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. ഓക്കെ, അങ്ങനെ കാട് കയറി നമ്മൾ എത്താറായെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ വന്ന് നമ്മൾ കുറച്ചൊരു സ്ലോപ്പ് പോലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവാനായിട്ട് പോവാണ്. ഈ ഒരു സ്പോട്ട് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നതെന്ന് വെച്ചാൽ ആനന്ദഭദ്ര ഫിലിമില്ലേ, അതിൽ നമ്മുടെ കാവ്യമാധവനും പൃഥ്വിരാജും ഓടി വരുന്ന ഒരു ഗുഹയുണ്ടല്ലോ, ഓടി വന്ന് കയറുന്ന ദിഗംബരൻ്റെ ഗുഹ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഗുഹയുടെ എൻട്രൻസ് പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ഫൈനലി നമ്മുടെ സ്പോട്ടായ ലൈം സ്റ്റോൺ കേവിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചുണ്ണാമ്പ് കല്ല്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ജീവനുണ്ട്, ജീവനുള്ള കല്ലാണ്. ഇതെന്ന് പറയുന്നത് ഭൂമിക്കടിയിലെ ചുണ്ണാമ്പ് കല്ലുകൾ അലിഞ്ഞുണ്ടാവുന്ന ഗുഹകളാണ്. കെമിസ്ട്രിപരമായി പറയുകയാണെങ്കിൽ നമ്മുടെ ലൈം സ്റ്റോൺ ഗുഹകളെന്ന് പറയുന്നത് ജലം കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്നുണ്ടാകുന്ന കാർബോണിക് ആസിഡ് ചുണ്ണാമ്പ് കല്ലുകളെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അലിയിപ്പിച്ചാണ് ഈ ഗുഹകൾ സൃഷ്ടിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ പല ഷേപ്പിലാണ് ഈ ഒരു പാറക്കെട്ടുകൾ കാണുന്നത്. കാരണം ഇതിന് ജീവനുള്ളത് കൊണ്ട് തന്നെ ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് പല ഷേപ്പ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സ്കെലറ്റൻ്റെ ഷേപ്പിലുണ്ട്, ജെല്ലി ഫിഷിൻ്റെ ഷേപ്പിലുണ്ട്, പിന്നെ മുഖം, ഒരു മനുഷ്യൻ്റെ മുഖം ആ ഒരു സ്ട്രക്ചറിലുണ്ട്. അങ്ങനെ പല പല ഷേപ്പിലാണ് നമുക്കിതിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ തന്നെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല തിളക്കം. നിങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നല്ലൊരു തിളക്കത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു പാറക്കെട്ടുകൾ കാണാനായിട്ട് അവിടെ സാധിക്കുന്നത്. ഗുഹയുടെ ഉള്ളിലേക്ക് കയറും തോറും സൂര്യപ്രകാശം വളരെ കുറഞ്ഞതായിരിക്കും. കാരണം അത്യാവശ്യം അടഞ്ഞൊരു ഗുഹ തന്നെയാണിത്. അതുപോലെ തന്നെ ഈ ഒരു പാറക്കെട്ടിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു ഗണപതിയുടെ ഫേസ് കട്ട് പോലെയാണ് ഈ ഒരു പാറക്കെട്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. എല്ലാം നല്ല തിളക്കത്തോടു കൂടിയുള്ള ഒരു പാറക്കെട്ടൂടാണ്. അതാണ് നമ്മളെ കൂടുതൽ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരു സ്കെലറ്റൻ്റെ രൂപത്തിലാണ് ഈ ഒരു പാറക്കെട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. കറക്റ്റ് ഈ ഒരു ഷേപ്പിലാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്.
വെള്ളത്തുള്ളി കണ്ടില്ലേ, ഇതുമാതിരിയാണ് ഈ ഒരു പാറക്കെട്ടിൻ്റെ ഓരോ സൂക്ഷ്മതയിലൂടെ ഇറങ്ങി വരുന്ന വെള്ളം. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാറക്കെട്ടിന് രൂപം, പല പല രൂപങ്ങളായിട്ട് താഴേക്ക് വരുന്നത്. പ്യുവർ മാർബിളാണ്, മാർബിൾ ടൈപ്പ് വൈറ്റ്നസ്. വീണോണ്ടിരിക്കുക വെള്ളം. അങ്ങനെ നമ്മൾ കേവിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ച കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് മരങ്ങളും വള്ളിക്കെട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീഡിയോസും എടുത്തു. പിന്നീട് നമ്മുടെ ഗൈഡിൻ്റെ കൂടെ നമ്മൾ തിരിച്ച് ആ സ്പീഡ് ബോട്ടിൽ തന്നെ വന്ന് വേറൊരു സ്പോട്ടിൽ പോവാണ്. അടുത്ത ഫൈനൽ സ്പോട്ട് എന്ന് പറയുന്നത് മഡ് വോൾക്കാനോ. ഇതെന്ന് പറയുന്നത് മറ്റൊരു അത്ഭുതമാണ്. കാരണം ഭൂമിയുടെ അടിയിലുള്ള പ്രകൃതി വാതകങ്ങളുടെ മണ്ണിൻ്റെ സമ്മർദ്ദവുമായി രൂപം കൊണ്ട ഒരു അപൂർവ ഭൂവിജ്ഞാന അത്ഭുതമാണിത്. സാധാരണ അഗ്നിപർവ്വതങ്ങളിൽ പോലെ ലാവ പുറത്തു വരാതെ ചെളിയും വാതകങ്ങളും പുറത്തേക്ക് തള്ളിപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ അഗ്നിപർവ്വതങ്ങളിൽ അഗ്നിയിൽ ലാവയാണ് പോകുന്നതെങ്കിൽ ഇവിടെ ചൂടോടുകൂടിയുള്ള മണ്ണ്, പിന്നെ എന്തൊക്കെയോ ഒരു ദ്രാവകങ്ങൾ, അതൊക്കെയാണ് ഇതുവഴി ഒഴുകി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബാരറ്റാങ് ഐലൻഡിലെ 3 പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡമാനി വരുവാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട സ്പോട്ടുകളാണ് ഈ 3 സ്പോട്ടുകളും. ജറാവ ഫോറസ്റ്റും മഡ് വോൾക്കാനോ ഏരിയയും പിന്നെ നമ്മുടെ ലൈംസ്റ്റോൺ കേവും. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ.